ഷൈൻചേട്ടൻ ഒരു പെട്ടെന്ന് അങ്ങനെ സുപ്രഭാതത്തിൽ പറഞ്ഞതാണ് മേജർ സാറാണ് എങ്ങനെയായിരിക്കും കറക്റ്റ് വേറെ ആളെയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാബയാണ് പറഞ്ഞത് മേജർ രവി സാർ ഭയങ്കര തെറിയാണ്, ഒരു രക്ഷയില്ലാത്ത തെറി പറയുന്ന മനുഷ്യനോട്. അപ്പം ഞാൻ ഇങ്ങനെ കള്ളുകുടിയനെ അടിച്ചിട്ട് തെറി വിളിക്കുന്ന സ്ഥിതി ഞാൻ പറഞ്ഞു, സാർ അറിയാവുന്ന തെറിയൊക്കെ വിളി, ഞാൻ മ്യൂട്ട് ചെയ്തോളാം, പക്ഷെ മുഖത്ത് തെറി പറയുന്ന സാധനം വേണമെന്ന് പറഞ്ഞു. മേജർ സാർ തെറി പറയുന്നുണ്ട്, തെറി വരുന്നില്ല സാർ, ഞാൻ തെറി വരുന്നില്ല. പിന്നെ നെവിനോട് പറയാനുള്ളത്, കുറേയായി ഈ 100 ദിവസം ആഘോഷിക്കുന്നത്, ഇത് നിർത്തിക്കൂടെ? നമുക്കിനി 125ഉം 150ഉം ആഘോഷിക്കാനായിട്ടുള്ള സമയമായി. പക്ഷെ പടം വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്തൊക്കെയോ ഞാൻ അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ക്ലാപ്പ് വരുന്നത് കണ്ടപ്പോഴും ചിരിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു കോമഡി ലൈനിലേക്ക് പോയെന്നല്ലോ. ബട്ട് പൂമരം എന്നുള്ളൊരു സിനിമയാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നു. അത് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ പൂമരം പറഞ്ഞ പോലെ പൂത്ത് ഉടയട്ടെ. ഞാൻ പലപ്പോഴും എൻ്റെ സിനിമകൾ ഒരിക്കലും ഇന്നേ വരെ ഞാൻ പോലീസുകാരനെ തെരുവിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പോലീസുകാരനെ അടിക്കുന്നതായിട്ടുള്ള ഒരു സീൻ ഞാൻ അവരെ എഴുതിയിട്ടില്ല, ഞാൻ കാണിച്ചിട്ടില്ല. ബിക്കോസ് ഐ നോ ദ പെയിൻ ഓഫ് ദ പോലീസ് മാൻ. അപ്പോൾ ഞാനും ഇപ്പോൾ ഷൈൻചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ, അങ്ങനെ അടുത്ത അറിവില്ല. ഈ റോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പം ഷൈൻചേട്ടൻ ഒരു പെട്ടെന്ന് അങ്ങനെ സുപ്രഭാതത്തിൽ പറഞ്ഞതാണ് മേജർ സാറാണ് എങ്ങനെയായിരിക്കും കറക്റ്റ് വേറെ ആളെയും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മേജർ സാറ് വന്ന് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾക്ക് വളരെ കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇതിനകത്ത് പല ഡയലോഗും സാറ് തനിയെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു പ്രതിനെ പിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് പ്രതിയോട് പറയുന്ന കംപ്ലീറ്റ് ഡയലോഗ്, ഇംഗ്ലീഷ് ഡയലോഗ് എല്ലാം കൈന്നിട്ട ഡയലോഗുകളാണ്. പിന്നെ ഡയലോഗ് എഴുതി തരാന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സെൽഫ് കോൺട്രിബ്യൂഷൻ ആണ് മേജർ സാറിന്. സോ താങ്ക് യു സാർ ഈ സിനിമയിൽ സഹകരിച്ചതിനും എല്ലാത്തിനും. ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ആർട്ട് ബാവ, നമ്മുടെ ആർട്ട് ഡയറക്ടറായിരുന്നു ബാവയാണ് പറഞ്ഞത് മേജർ രവി സാർ ഭയങ്കര തെറിയാണ്, ഒരു രക്ഷയില്ലാത്ത തെറി പറയുന്ന മനുഷ്യനോട് ആർട്ട് ഡയറക്ടർ ബാവ പറഞ്ഞു. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ, അപ്പോൾ തെറി പറയുന്ന മനുഷ്യനാണല്ലോ, അപ്പം ഞാൻ ഇങ്ങനെ കള്ളുകുടിയനെ അടിച്ചിട്ട് തെറി വിളിക്കുന്ന സ്ഥിതി ഞാൻ പറഞ്ഞു, സാർ അറിയാവുന്ന തെറിയൊക്കെ വിളി, ഞാൻ മ്യൂട്ട് ചെയ്തോളാം, പക്ഷെ മുഖത്ത് തെറി പറയുന്ന സാധനം വേണമെന്ന് പറഞ്ഞു. മേജർ സാർ തെറി പറയുന്നുണ്ട്, തെറി വരുന്നില്ല സാർ, ഞാൻ തെറി വരുന്നില്ല. അവസാനം സാർ എൻ്റെ ഹിന്ദിയിലും തമിഴിലും ഇംഗ്ലീഷൊക്കെയാണ് തെറി പറഞ്ഞത്. സാർ അത്ര തെറി പറയുന്ന ഒരു മനുഷ്യനല്ല മിസ്റ്റർ ബാവ. താങ്ക് യു ഫോർ സർട്ടിഫൈങ് മീ ലൈക്ക് ദിസ്. എനിവേ, ഇപ്പം എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു കംപ്ലൈൻറ്റ്. കാരണം ഷൈൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു അന്ന് നമ്മൾ പടം ഓടാതിരുന്നൊരു 3-4 ദിവസമുണ്ട്. ഷൈനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ അന്ന് ഓരോ ദിവസവും ഞാൻ ഷൈനെ വിളിക്കാറുണ്ട്. ഷൈൻ നീ ടെൻഷൻ അടിക്കണ്ട, ഈ പടം നല്ലൊരു പടമാണ്, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും, ഞാൻ സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഷൈൻ ആ സമയത്ത് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും വീട്ടിൽ പോയി എന്നോട് മാത്രം ഒരു ത്രെട്ട് പോലെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടെ സാറിനെ കാണാൻ വരും കേട്ടോന്ന്. ഇന്ന് വരെ വന്നില്ല, എന്നാണ് ഇനി വീട്ടിലേക്ക് വരുന്നത്, ഇനിയെങ്കിലും വരുമോ? ഞങ്ങൾ വരും, സാറിൻ്റെ വീട്ടിലേക്ക് ഒരു പീരങ്കിയുമായി ഞങ്ങൾ വരുന്നതാണ്. സാറിൻ്റെ ഷൂട്ടിന് യുദ്ധം കാണാൻ വേണ്ടി എന്നെ നിവിനെ ക്ഷണിച്ചതാണ്. പക്ഷെ നിവിൻ്റെ പേടി കാരണമാണ് പോകുന്നത്. നിവിൻ പറഞ്ഞു ഒറിജിനലായിട്ട് പോലെ യുദ്ധം ആ സമയം സംഭവിച്ചാലോ എന്ന് വെച്ച് നിവിൻ വന്നില്ല. പക്ഷേ സാറിൻ്റെ യുദ്ധം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ എന്തായാലും യുദ്ധം കാണാൻ വേണ്ടി ഞങ്ങൾ വരുന്നുണ്ട്. സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരിക്കും ആ സിനിമ. താങ്ക് യു സാർ. സന്തോഷമുള്ള കാര്യങ്ങളാണ് വലിയ സിനിമകളുടെ അല്ലെങ്കിൽ നല്ല സിനിമകളുടെ വിജയാഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നല്ല സിനിമകൾ അത് പ്രത്യേകിച്ച് കൂടുതൽ നന്നാവുന്നത് വലിയ അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളിൽ നിന്നാണ്. സൗഹൃദങ്ങളിൽ നിന്നും ഉണ്ടായ 2 നല്ല സിനിമകളാണ് 1983 അതേപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും നല്ല സൗഹൃദമുള്ള ആൾക്കാരാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി അവസരം ഉപയോഗിക്കുന്നു. പിന്നെ നെവിനോട് പറയാനുള്ളത്, കുറേയായി ഈ 100 ദിവസം ആഘോഷിക്കുന്നത്, ഇത് നിർത്തിക്കൂടെ? നമുക്കിനി 125ഉം 150ഉം ആഘോഷിക്കാനായിട്ടുള്ള സമയമായി. അപ്പോൾ അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ആക്ഷൻ ഹീറോ ബിജു എല്ലാ അർത്ഥത്തിലും എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഞാൻ വളരെ റിലീസും കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് DVD എടുത്തിട്ട് ഈ സിനിമ കാണുന്നത്. അതായത് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഓരോരോ കാര്യങ്ങളും. ഇത് കഴിഞ്ഞാൽ ചില കേസ് സംബന്ധമായിട്ട് ചില പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അവരെ ഈ സിനിമയോട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ശല്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഷൈൻ എന്നുള്ളത്. കാരണം ഫുൾ ടൈം ഓരോ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കും, അവർക്ക് മര്യാദയ്ക്ക് പറഞ്ഞ പോലെ വേറെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സംഭവിക്കത്തില്ല. അങ്ങനെ അവരും നന്നായി. അപ്പൊ അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളും എബ്രിഡിന്റെ ഈ ഒരു കാര്യം എബ്രിഡ് ചെയ്ത ഹോംവർക്ക് വഴി നടന്നിട്ടുണ്ട്.
അപ്പോൾ നല്ലൊരു സിനിമ മാത്രമല്ല, നല്ല ഒരു സാമൂഹ്യ നന്മയ്ക്കുള്ള മെസ്സേജും അല്ലെങ്കിൽ സാമൂഹ്യ നന്മയുള്ള ആൾക്കാരെ ജീവിതത്തിൽ തന്നെ വാർത്തെടുക്കുവാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നല്ല സിനിമകൾ ഈ ഒരു സൗഹൃദത്തിൽ നിന്നും ഉണ്ടാവട്ടെ. ഈ പറഞ്ഞ പോലെ പൂമരം എന്നുള്ളൊരു സിനിമയാണ് അടുത്ത ഏപ്രിലിൻ്റെതായിട്ട് വരാൻ പോകുന്നു. അത് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ പൂമരം പറഞ്ഞ പോലെ പൂത്ത് ഉലയത്തെ നല്ല പരിമളവും നല്ല സുഗന്ധവും നല്ല സൗന്ദര്യവും മലയാള സിനിമയ്ക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ടീം ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ എല്ലാ ആൾക്കാർക്കും, മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വലിയ കൺഗ്രാറ്റ്സ്. കീപ് അപ്പ് ദ ഗുഡ് വർക്ക് ആൻഡ് കീപ് ഗോയിങ്. താങ്ക് യു. Good evening, ladies and gentlemen. എക്സ്പീരിയൻസ് ഇതെൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് എ സർപ്രൈസ് ഫോർ മീ. ഒരു രാത്രിയിൽ ഞാൻ ബോംബെയിലിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു, സർ ഞാൻ എബ്രിഡ് ഷൈനാണ്. അപ്പം തന്നെ ഞാൻ നിവിൻ പോളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഇനി വല്ല പട്ടാളപ്പടം എടുക്കുന്നുണ്ടോ അതിൻ്റെ അഡ്വൈസിന് വല്ലതും വിളിച്ചാണെന്ന് വിചാരിച്ചിട്ട് പറയുന്നത്, സാറ് ഇതിലൊരു റോള് ചെയ്യണം. അപ്പോൾ അത് എന്നാണെന്ന് ചോദിച്ചപ്പോൾ നാളെയാണെന്ന് പറഞ്ഞു. ഞാൻ ബോംബെയിൽ വേറൊരു സംഭവത്തിലേക്കാണ്, പ്ലീസ് ഹെൽപ്പ് എസ് ഔട്ട് എന്നുള്ളത് ആ വാക്കായിരുന്നു. അപ്പം ഞാൻ ഒന്നും വേറൊന്നും ചോദിച്ചു. ഞാൻ പിറ്റേ ദിവസം ഞാനിവിടെ വന്നു, അഭിനയിക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ പടം വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്തൊക്കെയോ ഞാൻ അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ക്ലാപ്പ് വരുന്നത് കണ്ടപ്പോഴും ചിരിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു കോമഡി ലൈനിലേക്ക് പോയെന്നല്ല. ബട്ട് പോലീസ് പീപ്പിൾ, എസ്പെഷ്യലി IG വിജയൻ സാറിനെ അറിയുന്നവർ, പല പോലീസുകാരും എന്നെ വിളിച്ചിട്ടുണ്ട്, സാറ് വിജയൻ സാറിന്റെ കൂടെ കുറച്ച് കാലം ട്രെയിനിങ്ങിന് വല്ലതും പോയിരുന്നോ അങ്ങനെയുള്ള ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ടെന്ന്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ ഇതുവരെ ഞാൻ ഓഫീസിൽ കണ്ടിട്ട് പോലുമില്ല സാർ. ആ ഡിറ്റോ ആയിരുന്നു, അതേ കമ്മീഷണർ ലെവലായിരുന്നു എന്ന്. സോ എനിവേ അതിൽ കൂടുതൽ ഇപ്പം എനിക്കിവിടെ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച എനിക്ക് ബോംബെയിൽ നിന്നൊരു കോള് വന്നു. മലയാളം സിനിമകൾ ഒരിക്കലും കാണാത്ത അവിടുത്തെ വലിയൊരു മലയാളി ബിസിനസ്മാൻ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് തന്നിട്ടുള്ള CD ഞാൻ കണ്ടു. I never did a film, but I want to talk to the producer. ഞാൻ പറഞ്ഞു പ്രൊഡ്യൂസറും ഡയറക്ടറും ഹീറോ എല്ലാവരും തന്നെയാണ്. They want to make this film. ഒരു സിനിമ പോലും ചെയ്യാത്ത ആള്, സിനിമ അങ്ങനെ കാണാത്ത ആളുകൾ ഈ സിനിമ കണ്ടിട്ട് അത്രയും ഇംപ്രസ് ആയിട്ട് നോ മാറ്റർ വാട്ട്സ് എവർ ഇറ്റ് ഈസ്, ഐ വാണ്ട് ടു മേക്ക് ദിസ് ഫിലിം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ദിസ് ഫിലിംസ് ഇമ്പാക്ട്. ഒരു സാധാരണ പോലീസുകാരൻ, അതാണ് എബ്രിഡ് ഷൈൻ്റെ ആ ഒരു രീതി. ഒരു വർഷത്തോളം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നുകൊണ്ട് ഈ കഥ എഴുതാൻ വേണ്ടി ഓരോ ക്യാരക്ടേഴ്സിനെയും പഠിച്ചുകൊണ്ട് ആ ഡെഡിക്കേഷൻ, അതിന് രണ്ടുപേരും കൂടിയിട്ടുള്ള ആ ഒരു കൂട്ടായ്മ, അതിന് ഇവനും അതിന് കൂടെ നിന്ന് അവർ സമയമെടുത്തിട്ട് സിനിമ ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ സക്സസ് ഓഫ് ദ റിയൽ ലൈഫ് ഓഫ് ദ പോലീസ് മാൻ. ഞാൻ പലപ്പോഴും എൻ്റെ സിനിമകൾ ഒരിക്കലും ഇന്നേ വരെ ഞാൻ പോലീസുകാരനെ തെരുവിളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പോലീസുകാരനെ അടിക്കുന്നതായിട്ടുള്ള ഒരു സീൻ ഞാൻ അവർ എഴുതിയിട്ടില്ല, ഞാൻ കാണിച്ചിട്ടില്ല. ബിക്കോസ് ഐ നോ ദ പെയിൻ ഓഫ് ദ പോലീസ് മാൻ. നമ്മളെല്ലാവരും ചീത്ത വിളിക്കാനുള്ളൊരു യൂണിഫോം ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അവരുടെ പെയിൻ എന്താണെന്നുള്ളത് ഈ സിനിമയെ കൂടെ അത് കാണിച്ചു. അത് വളരെ സരസമായിട്ട് കാണിച്ചുകൊണ്ട് വന്നപ്പം ഇറ്റ് ഹസ് ബിക്കം എ ബിഗ് ഹിറ്റ്. And congratulations to both of you to show the real life of the uniform people. Thank you so much. And thank you for calling me and giving me this role. ഇതിൻ്റെ ഒരു പാട്ടാവാനും ഇങ്ങനെയോടെ വന്ന് നിൽക്കാൻ സാധിച്ചതിനും വളരെയധികം സന്തോഷമുണ്ട്. താങ്ക്സ് എ ലോട്ട് എവറിറ്റ് ആൻഡ് മൈ ഡിയർ നിവിൻ. താങ്ക് യു സോ മച്ച്.